ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? ഇറാന്റെയും ഇന്ത്യന്റെ ഇടയ്ക്കല്ലേ? ഇന്ത്യൻ മഹാസമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയ്ക്ക്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ്. നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനമാണ്. മനോഹരമായ നിരവധി ഭവനങ്ങൾ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ വെച്ച് നൽകിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? കടലിടുക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ ഇടയിലെന്നാണ്. ഇന്ത്യൻ സമുദ്രം അറേബ്യൻ സമുദ്രത്തിൻ്റെ ഇടയിലല്ലേ? രാജ്യങ്ങൾക്കിടയിലാണ്. ഇറാന്റെയും ഇന്ത്യന്റെ ഇടയ്ക്കല്ലേ? ഇറാനും ഇന്ത്യയും. അന്നെന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞത് തന്നെ തോന്നുന്നു ഇന്ത്യയുടെയും ഒമാനല്ല, അറേബ്യയാണെന്ന് തോന്നുന്നു. ഇന്ത്യക്കും ഇറാനും ഇടയിലുമല്ല, ഒമാനും ഇടയിലല്ല, മറ്റൊരു രാജ്യത്തിനിടയിലാണ് ഈ പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഇപ്പോൾ മണ്ഡലകാലമാണ്. ഓട്ടം കൊണ്ടാണ്? ഓട്ടം കുറവാണ് അല്ലേ? ഓട്ടം കുറവ്. അണ്ണോട്ടം കൊണ്ടാണ്? എനിക്ക് ഓട്ടം കുറവാണ്. ഓട്ടം കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? ആലോചിക്കും, അണ്ണനോട്ട് കൊടുക്കുക. ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? ഇവിടുത്തെ ഇന്ത്യൻ മഹാസമുദ്രം. അത് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണെന്നാണ്. നമ്മൾ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് 79 ഇറങ്ങിയതാണ്. ഏതായാലും SSLC. മറ്റാർക്കെങ്കിലും പറയാനുള്ള ഒരു അവസരം കൊടുക്കാം അല്ലേ? ഓക്കെ ചേച്ചി, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ പോവേണ്ട. നേരത്തെ അപ്പുറത്ത് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നലെ എയ്സ് ദിനമായിരുന്നു. ഇന്നലെ അവധി ആയതുകൊണ്ട് ആ ദിനം ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് മെഴുകുതിരിയെല്ലാം സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് മെഴുകുതിരിയെല്ലാം കൂടെ ചേർന്ന് പ്രതിജ്ഞയൊക്കെ ചൊല്ലി. അപ്പോൾ നമ്മളെ ഈ മാനവരാശി നിലനിൽക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു സംഗതിയാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ ഈ മാറാരോഗത്തെ നമ്മൾ തുടച്ചു നീക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും തന്നെ ഇതിന് ഒരു പ്രതിജ്ഞ എടുത്ത് അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു സമ്മാനം നേടുവാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന സമ്മാനമാണ്. മനോഹരമായ ഭവനങ്ങൾ വെച്ച് നൽകുന്നു. നമ്മൾ ഈ നിലയ്ക്കാമുക്ക് കടക്കാവൂർ വക്കം പ്രദേശങ്ങളിൽ നിരവധി മനോഹരമായിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലിലുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? മാലിനി പറയൂ. പാക് കടലിടുക്ക്. അയ്യോ, അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് സമുദ്രത്തിനും ഇടയ്ക്ക്. എനിക്കറിയില്ല. മാറ്റി പറയാൻ പറ്റുമോ? അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ സാധിച്ചില്ല. അപ്പോൾ മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായ സമ്മാനം നേടാം. ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? അറിഞ്ഞൂടാ. മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? ശ്രീലങ്ക, ഇന്ത്യ. ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ. ഉറപ്പാണോ? അതാണ്. ഊഹിച്ചു പറഞ്ഞതാണോ അതോ? ഊഹിച്ചു പറഞ്ഞതാണ് തന്നെ. എന്നാലും ശരി ഉത്തരമാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സമ്മാനം കൊടുക്കാൻ നേരത്ത് ഇവരുടെ ഒരു സുഹൃത്തു കൂടെ, അപ്പോൾ സമ്മാന ജേതാവ് ആറ്റിങ്ങൽ ലീഗൽ സർവീസ് അതോറിറ്റി, ലീഗൽ മെട്രോളജിയാണ്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പേരെന്താണ്? സരിത. സ്ഥലം എവിടെയാണ്?
സ്ഥലം രാമച്ചമള ആറ്റിങ്ങൽ. രാമച്ചമ്പള. അപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് നമ്മുടെ വക്കം സ്വദേശി തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തിനൊരു സമ്മാനം അടിച്ചേക്കാണ്. ചോദ്യം ഇതായിരുന്നു, ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിൽ ആണ് പാക് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. അറിയാമോ? കൂട്ടുകാർ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. മദ്രാസ് പ്രസിഡൻസിയിലെ ഗവർണറായിരുന്ന റോബർട്ട് പാക്കിന്റെ പേരിലാണ് ഈ കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡ്രീം ബിൽഡേഴ്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. നിങ്ങൾ തന്നെ കൊടു, നിങ്ങൾ തന്നെ അപ്പോൾ കൊടു. 4 വർഷമായി. അപ്പോൾ ഇതൊരു മറ്റൊരു മുഹൂർത്തവും കൂടെ ആയി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.